കേരളത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജെൻഡർ റോളുമായി ബന്ധപ്പെട്ട വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അടക്കം പോസ്റ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിപ്ലവമായിരുന്നു പ്രസവിച്ച് സഹദ് അച്ഛൻ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സഹദ് ദിയ എന്ന് പറയുന്ന ഒരു കപ്പിൾ അവരിലെ ഒരു ആണായിട്ടുള്ള വ്യക്തി പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിപ്ലവകരമായ ഒരു വാർത്ത വന്നിരുന്നു. ഇതാണ് ആ വാർത്ത കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നത്. അച്ഛൻ സഹദ് ഗർഭം ധരിച്ചു എന്നാണ്. അപ്പോൾ അച്ഛന് ഗർഭം ധരിക്കാൻ പറ്റുന്ന കാലത്ത് ശരിക്കും നമുക്ക് ജെൻഡർ റോളിനെ കുറിച്ച് അത്ര തന്നെ പറയാൻ കഴിയുമോ? അതുകൂടി ഒന്ന് പറഞ്ഞു പോകണമെന്നുണ്ട്. നമ്മള് മുമ്പനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പെടക്കോഴിയെ പൂവൻകോഴി എന്ന് പേരിട്ട് വിളിച്ചു. അതിനുശേഷം അത് മുട്ടയിട്ടപ്പം പൂവൻകോഴി മുട്ടയിട്ട എന്ന് പറയുന്ന ഒരു പരിപാടിയാണിത്. അതായത് ഒരു സ്ത്രീയായി ജനിച്ച സ്ത്രീയുടെ ശരീരമുള്ള ഒരു ആളെ പുരുഷൻ എന്ന് വിളിക്കുക, എന്നിട്ട് അവര് പ്രസവിക്കുക, എന്നിട്ട് പുരുഷൻ പ്രസവിച്ചേ എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടൊക്കെ ഈ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ കേൾക്കുന്നവരിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുക, ആണും പെണ്ണും വ്യത്യസ്തരല്ലേ? വ്യത്യസ്തരാണ്. ആണ് പ്രസവിക്കോ? ആണിന് മെൻസ്ട്രുവേഷൻ ഉണ്ടാവോ? ഇല്ല. അതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിനോടൊക്കെ കണ്ണടച്ചിട്ട് നമ്മളൊരു ബ്ലാങ്കറ്റ് ഇക്വാലിറ്റി ന്യൂട്രാലിറ്റിയും കൊണ്ടുവന്നാൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ അതിലൂടെ ഓൾറെഡി ബയോളജിക്കലി ഉള്ള വ്യത്യാസങ്ങളെ ആ ബയോളജിക്കലുള്ള വ്യത്യാസങ്ങൾ നിർബന്ധിതമാക്കുന്ന ചില റോളുകൾ അനുഭവിക്കുന്നവരെ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ജെൻഡർ പൊളിറ്റിക്സും അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള അന്ധമായ ഇഗാലിറ്റി വാദങ്ങളും യഥാർത്ഥത്തിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സ്ത്രീകളെയാണ് എന്നുള്ളതാണ്. ഇതൊരിക്കലും ഒരു സ്ത്രീ ആക്ടിവിസ്റ്റുകൾ പോലും കാണാതെ പോകുന്ന ചില കാര്യങ്ങളാണെന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.